നമ്മളിന്ന് പൂച്ന മാലീസെ എന്ന പാഠം എടുക്കാം. ആ പാഠം ഒരു ചിത്രകഥയാണ്, കോമിക്. അപ്പോൾ അതിനകത്ത് കഥ വളരെ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ആ ഒരു നല്ല പൂന്തോട്ടം, നിറയെ പൂക്കളുണ്ട്. ആ പൂക്കളിൽ നല്ല മണമുള്ള, നല്ല വർണ്ണഭംഗിയുള്ള, കളർഫുള്ളായിട്ടുള്ള നിറയെ പൂക്കളുണ്ട്. അതിനിടയ്ക്ക് ഒരു കപ്പാസിൻ്റെ ഭൂലുണ്ടായിരുന്നു. കപ്പാസിൻ്റെ പരുത്തി, ഈ പഞ്ഞി ഒക്കെ എടുത്തിട്ട് നമ്മൾ വസ്ത്രം നെയ്യാനുള്ള നൂലുണ്ടാക്കുന്ന ആ ചെടിയാണ് കപ്പാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പൂവുണ്ട്, അതൊരു വെളുത്ത പൂവാണ്. അത് പടത്തിൽ നമുക്കത് കാണാം. അപ്പോൾ ഈ മറ്റുള്ള ഈ കപ്പാസിൻ്റെ പൂവിനെ ആണ് മാലി എന്ന് പറഞ്ഞാൽ ഗാർഡനർ, തോട്ടക്കാരൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ മറ്റുള്ളവർക്കെല്ലാം ഭയങ്കര കുശുമ്പ്, അസൂയ. അവർ ഈ പൂവിനെ കളിയാക്കാൻ തുടങ്ങി. നിനക്കൊരു മണമില്ല, നിനക്ക് നിറമില്ല, ഞങ്ങളാണെങ്കിൽ ഇതിൻ്റെ രാജാക്കന്മാരാണെന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുന്നു. അപ്പോൾ കപ്പാസ് അവസാനം സഹികെട്ട്, ഇത് കുറേ ദിവസമായി തുടങ്ങിയിട്ട്, അവർ സഹികെട്ട് മറ്റേ പൂക്കളോട് പറഞ്ഞു, അതിന് നിങ്ങൾ എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് മാലിയല്ലേ ചെയ്യുന്നത്, ഞാനല്ലല്ലോ ചെയ്യുന്നത്. നിങ്ങൾ മാലി വരുമ്പോൾ ചോദിക്കുക എന്താ കാര്യം എന്ന് പറഞ്ഞു. മാലിയോട് പോയി പറയും ഈ കുഴപ്പമെന്നാണ്. കാരണം അയാളല്ലേ ചെയ്യുന്നത്, സ്പെഷ്യൽ കൺസിഡറേഷൻ തരുന്നത്. അങ്ങനെ അവർ സമ്മതിച്ച് മാലി വരാൻ കാത്തിരുന്നു. മാലി വന്നപ്പം ഈ പൂക്കളെല്ലാം അയാളോട് പരാതി പറയുന്നു. അയാൾ അതിന് ഉചിതമായ മറുപടി പറയുന്നു. ആ മറുപടി എന്താണെന്നറിയാമോ? അത് ഈ കപ്പാസിൻ്റെ പൂവിൽ നിന്നാണ് പഞ്ഞി കിട്ടുന്നത്. അതിൽ നിന്നാണ് നൂല് കിട്ടുന്നത്. ആ നൂല് കൊണ്ടാണ് നമ്മളുടെ കപ്പട, പോഷാക്ക്, വസ്ത്ര നെയ്തെടുക്കുന്നത്, ഡ്രസ്സ് നെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ മാലി പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും വന്ന്, മറ്റു പൂക്കളും ചെടികളൊക്കെ വന്ന് ഈ കപ്പാസിനോട് സോറി പറഞ്ഞു. അറിയാതെ പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം, നീ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രയോജനമുള്ള പൂവ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിന്നീട് ആ തോട്ടം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോയി. ഏതാണ്ട് 3 പേജുണ്ട്, ഏതാണ്ടല്ല 3 പേജുണ്ടത്. ഞാനതൊന്ന് വായിക്കാൻ കുറച്ചേ ഉള്ളൂ. ബാക്കിയെല്ലാം ചിത്രങ്ങളാണ്. മോനത് വീട്ടിലിരുന്നിട്ട് നോക്കി വായിക്കണം. ഏക് ധാ ബഗീച്ച. ഞാൻ ഇതിൻ്റെ മലയാളം മീനിങ് കൂടെ പറഞ്ഞു പോകും. ഏക് ധാ ബഗീച്ച तरह तरह के सुगंधित फूलों के पौधों से हरा भरा, अलग अलग रंग के फूलों से हमेशा महकता रहता. ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. तरह तरह के പലതരത്തിലുള്ള സുഗന്ധിത് ഫൂലോം കെ പൗധോം സേ ഹരാ ഭര, നല്ല പച്ച നിറത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എങ്ങനത്തെ പൂക്കളാണ്? സുഗന്ധിത് ഫൂലോം കെ പൗധോം സേ, മണമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ചെടികളാൽ സമൃദ്ധമായ ഒരു പൂന്തോട്ടം. ഏക് ബഗീച്ച. അലഗ് അലഗ് രംഗ് കെ ഫൂലോം സേ ഹമേശ മെഹക്ത രഹത്ത. മെഹക്കന, മാ ഹ ക എന്നാണ്, പക്ഷെ പറയുമ്പോൾ മെഹക്കന എന്ന് പറയും. എന്താ അത്? അലഗ് അലഗ്, വേറെ വേറെ, തരഹ് തരഹ് കെ, രംഗ് കെ, രംഗ് നിറം. നമുക്കറിയാവുന്നൊരു 3 നിറങ്ങൾ പറയൂ ഹിന്ദിയിൽ. ലാൽ. ലാൽ, അതിന്റെ മീനിങ് കൂടെ പറയൂ. ലാൽ എന്ന് റെഡ്, സഫേദ് പറയൂ. വൈറ്റ്, നീല, ബ്ലൂ. സഫേദിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നത്, സഫേദിന്റെ ഓപ്പോസിറ്റ് കളറായിട്ട് വരുന്നത് കാല, ബ്ലാക്ക്, പീല, ഗ്രീൻ, യെല്ലോ. ഗ്രീനിന് എന്താ പറയുക? ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹര. ഫ്രിഡ്ജിന്റെ സ്ലാബിന്റെ അടുത്ത് ഏതൊരു ബോട്ടിലുണ്ടെന്നാണ്. इन सुगंधित फूलों के पौधों के बीच कपास का गंधहीन पौधा भी है. ഈ മണവും നിറവും ഒക്കെയുള്ള പൂക്കളുടെ അടുത്ത് കപ്പാസ്, നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ മണമില്ലാത്ത ഗന്ധഹീൻ പൂവുണ്ടായിരുന്നു. ഗന്ധ എന്ന് പറഞ്ഞാൽ സ്മെൽ അല്ലെ, ഫ്രാഗ്രൻസ് ആണ് ഗന്ധം എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേറെ ഒരു ഹിന്ദി വാക്കുണ്ട്, ബൂ. നല്ല മണം എന്നുള്ളതിന് ഖുഷ്ബു എന്ന് പറയും. ദുർഗന്ധം എന്നുള്ളതിന് ബദ്ബു എന്ന് പറയും. ഖുഷ്ബു, ബദ്ബു. അപ്പൊ എല്ലാ ഫ്ലവേഴ്സും ആ ഫ്ലവറിനെ എല്ലാം കളിയാക്കുമായിരുന്നു. യെസ്. മാലി ഉസ് പർ അധിക് ധ്യാൻ ദേത്താ ഹെ.
കൂടുതൽ ശ്രദ്ധിക്കും. ധ്യാൻ ദേന പറഞ്ഞാൽ ലിസൺ, അതിനെ കൂടുതൽ കൈകാര്യം ചെയ്യും. എന്നിട്ട് വെള്ളം കൊടുക്കും, നിറയെ വളം ഇട്ട് കൊടുക്കും. അങ്ങനെ ഫാർമർ, ഫാർമർ അല്ല ഗാർഡനർ. ഗാർഡനർ इसलिए सब उससे चिढ़ते हैं. അതിനോടൊരു കെറിവുണ്ടായിരുന്നു ഈ മറ്റു പൂക്കൾക്കെല്ലാം. മാലി के आने पर सब भूल उसे चिढ़ाते. कैसा अजीब भूल है, इसमें कोई गंध ही नहीं है, इसे कौन चाहेगा. മറ്റ് ഈ മാലി വരുമ്പം മാലി പോയി കഴിയുമ്പം ഈ മറ്റു പൂക്കളെല്ലാം കൂടെ ഇവളെ കല്യാണം കഴിക്കും. അല്ല, ഇവളെ വഴക്കുണ്ടാക്കും. കല്യാണം കഴിക്കുകയല്ല, ഇവളോട് വഴക്കുണ്ടാക്കും. എന്താ, ഇവൾക്കൊരു ഭംഗിയില്ല, ഇവൾക്ക് മണമില്ല എന്നൊക്കെ പറയും. ഹമേं तो सब ആദർ ദേത്തെ ഹേ, ഇസെ കോൻ പൂച്ച്താ ഹേ. എനിക്ക് എല്ലാവരും നല്ല ആദരവ് തരുന്നുണ്ട്, ഇവളെക്കുറിച്ച് മാത്രം ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നു. യഹ് സുഗന്ധിത് ഫൂലോं के बीच यह कुरूप कहाँ से आ गया, ഇസെ ബാഹർ നികൽവാവോ. ഈ സുന്ദരമായ പൂക്കളുടെ ഇടയിൽ ഇവൻ എവിടെ നിന്നാണ് വന്നത്, പുറത്താക്കുക. കുച്ച് ദിൻ ഇസി തരഹ് ബീത്തെ. ബീത്തന എന്ന് പറഞ്ഞാൽ അതങ്ങനെ കഴിഞ്ഞു പോവുക. ആഖിർ ഏക് ദിൻ. ആഖിർ ശരിക്കും ഓർക്കേണ്ട ഒരു വാക്കാണ്. ആഖിർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്നർത്ഥം. ലാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കില്ലേ എന്നിട്ട് എന്തുണ്ടായി. ആഖിർ, ആഖിർ ഏക് ദിൻ കപാസ് കെ സബ്ർ കാ ബാന്ദ് ടൂട്ട് ഗയ. അവൻ്റെ സഹിക്കാൻ പറ്റിയില്ല. സഹനത്തിൻ്റെ അതിർവരമ്പുകൾ പൊട്ടിപ്പോയി. ആരുടെ? കപ്പാസിൻ്റെ. അവൾ തിരിച്ച് പ്രതികരിച്ചു. ആ ചെടിയുടെ പേര് കപ്പാസ്. കോട്ടൺ പ്ലാന്റ്. ആ, കാണുമ്പോൾ അങ്ങനെയുണ്ട്. തും സബ് മുझे തംഗ് കർണ ബന്ദ് കരോ. നിങ്ങൾ എന്നെ വിഷമിപ്പിക്കുന്നത് നിർത്തൂ, എന്നെ ശല്യപ്പെടുത്തുന്നത് നിർത്തൂ. തങ്ക് കർണ പറഞ്ഞാൽ ശല്യപ്പെടുത്തുക. നമ്മൾ സാധാരണ മലയാളത്തിൽ ഇപ്പോൾ പറയുന്നത് ചൊറിയുക എന്നാണ്. നീ എന്നെ ചൊറിയുന്നത് നിർത്ത്. മാ മേ യഹാം ക്യോ ഹോ യഹ് മാലി സെ പൂച്ചോ. ഞാൻ എന്താ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്നുള്ളത് നീ മാലിയോട് ചോദിക്കും. हाँ हाँ पूछ लेंगे. अगले दिन जब माली कपास के पास आया, इसमें न गंध है न ये सुंदर है, फिर इसे इतना महत्व क्यों देते हो. मैं भूलों का राजा हूँ, यह मेरे पास शोभा नहीं देता, इसे यहाँ से हटा दो. हटा दो, हटना माटी കളയുക. कपास के रेशे से सूत बनता है, सूत से कपड़े बनाए जाते हैं जो लोगों के शरीर की रक्षा करते हैं. മാലി പറയാണ്, കപാസ് കെ രേശം സെ സൂത്ത് ബൻതാ ഹെ. കപാസിൻ്റെ രേശ, നാരുകളിൽ നിന്നാണ് നൂലുണ്ടാക്കുന്നത്. സൂത്ത് സെ കപ്പടെ ബനായേ ജാത്തെ ഹെ. സൂത്തിൽ നിന്നാണ് വസ്ത്രങ്ങൾ. ആ വസ്ത്രങ്ങളുടെ പടം അവിടെ കൊടുത്തിട്ടുണ്ട്. ബനായേ ജാത്തെ ഹെ ജോ ലോകോം കെ ശരീർ കി രക്ഷാ കർത്തെ ഹെ. തണുപ്പടിക്കാതെ വെയിലടിക്കാതെ രക്ഷിക്കുന്നത്, മനുഷ്യരെ രക്ഷിക്കുന്നത് ഈ കപാസ് ആണ്. ഹമേ തോ സബ് ദേവതാവോ പർ ചढ़ाते हैं, ഹം സബ്കോ പ്രിയ ഹെ. അപ്പം പൂക്കൾ വിട്ടുകൊടുക്കുന്നില്ല. ഞങ്ങളെയാണ് പൂജയ്ക്കെടുക്കുന്നത്, ഞങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്. फिर भी देवताओं का सबसे ज़्यादा चहेता तो कपास है. പക്ഷെ ദേവതകൾക്ക് ഏറ്റവും പ്രിയ कपासनियाँ. वो कैसे? वहीं तो मंदिर के दीपक में बत्ती बनाकर जलता है. എന്ന് വെച്ചാൽ ഈ വിളക്കിൽ തിരിയാകുന്നത് ഈ കപ്പാസാണ്. ജൽത്താ ഹെ, വിളക്ക് തെളിഞ്ഞാലേ അവിടെ പ്രകാശം വരുള്ളൂ. ജൽന കത്തുക. ഓർ അന്ധേര ദൂർ കർത്താ ഹെ. വിളക്ക് കത്തുമ്പോൾ എന്ത് സംഭവിക്കും? അന്ധേര, അന്ധകാർ ദൂർ ഹോ ജാത്ത ഹെ. ദൂർ ഹോന अंधेरे ऑपोजिट उजाला. अंधकार प्रकाश, अंधेरा उजाला. दूर होना मारुക, അകലുക. യാദ് രഖോ. യാദ് അർത്ഥം പറയാമോ? ഓർക്കുക. യാദ് രഖോ रूप रस गंध ही नहीं गुण सबको प्रिय होते हैं. रूप रस गंध
അതിൻ്റെ ആകൃതിയോ അതിൻ്റെ മധുരം കയ്പെന്നൊക്കെയുള്ള രസമോ ഗന്ധമോ അല്ല, അതിൻ്റെ ഗുണമാണ് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. മാലിയയ്ക്ക് ബാത്ത് സുൻകാർ സബി ഭൂലോങ്കെ സിർ ചുക്കുകയെ ചുകുന കുനിയ. മാലിയുടെ വാക്ക് കേട്ടപ്പോൾ എല്ലാവരും അഹങ്കാരത്തിലിങ്ങനെ ഉയർന്നു ആൾക്കാരൊന്ന് തലകുനിച്ചു. വേ കപാസ് की ഉപയോഗിത जान चुके थे. കപാസിൻ്റെ ഉപയോഗം അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ജാനിന മനസ്സിലാക്കുക, സമജ്ന ജാനിന. हमें क्षमा कर दो मित्र, हम जान गए हैं कि हमसे कहीं अधिक उपयोगी तुम हो. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? कि हमसे ज़्यादा उपयोगी तुम हो. ഞങ്ങളെക്കാൾ കൂടുതൽ ഉപയോഗമുള്ളത് താങ്കൾക്കാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് പറയുന്നു.